സ്നേഹമുള്ളവരെ, നിയമനിർമ്മാണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം 1215 ബ്രിട്ടനിലുണ്ടായ മഗ്ന കാർട്ടയാണ്. ജോൺ രാജാവ് താനും നിയമത്തിൻ്റെ കീഴിലാണ് എന്ന് എഴുതി ചേർക്കാൻ നിർബന്ധിതനായി തീർന്ന് അദ്ദേഹം അങ്ങനെ എഴുതി ചേർത്തതാണ് മഗ്ന കാർട്ട. എല്ലാവരും നിയമത്തിന് കീഴിലാണ്, സമൂഹത്തിലെ എല്ലാവരും. അത് രാജാവാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും. എന്തിനാണ് ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥ? എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിയമമില്ലാതിരുന്നെങ്കിൽ ഇവിടെ കാട്ടുനീതി, അതായത് കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള പ്രമാണം നിലവിൽ വരുമായിരുന്നു. നീതിയാണ് നിയമത്തിൻ്റെ അടിസ്ഥാനം. യഹൂദരെ സംബന്ധിച്ചിടത്തോളം നിയമവും തമ്മിൽ നീതിയും തമ്മിൽ മറ്റൊരു ബന്ധം കൂടെയുണ്ട്. അവിടെ നീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമം പാലിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നിയമം പാലിച്ചാൽ നീതി ചെയ്യുന്നവനായിട്ട് മാറും. വിശുദ്ധ ഗ്രന്ഥം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ നായകനായിട്ടുള്ള യോസേപ്പ് പിതാവിനെ നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് അയാൾ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ അയാളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ, ഒരു സംശയമുണ്ടാകുമ്പോൾ അയാൾ നിയമത്തിനുപരിയായിട്ട് കരുണയ്ക്ക് വില കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യോസേപ്പ് പിതാവിൻ്റെ പ്രതിസന്ധി ഇതായിരുന്നു. താൻ വിവാഹം ചെയ്യാനിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു. എന്ത് നിലപാടായിരിക്കണം അവളോടുള്ളത്? അതിനു വേണ്ടിയിട്ട് അയാൾ ആദ്യമേ എടുത്തു നോക്കുന്നത് തീർച്ചയായിട്ടും വിശുദ്ധ ഗ്രന്ഥം തന്നെയാവണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ആരെങ്കിലും ഒരു പെൺകുട്ടി ഭർത്താവിൽ നിന്നല്ലാതെ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് വേണ്ടത്. പക്ഷേ കൊല്ലപ്പെടാനായിട്ട് അവളെ വിട്ടുകൊടുക്കാൻ അവന് മനസ്സുണ്ടായിരുന്നില്ല. വീണ്ടും അയാൾ ചിന്തിച്ചു, എന്താണ് തൻ്റെ പൂർവിക വംശങ്ങൾ പറയുന്നത്? അവൻ്റെ ചിറകളിലൂടെ ഓടുന്ന രാജകീയ രക്തമാണ്. ദാവീദിൻ്റെയും സോളമൻ്റെയും ഒക്കെ കുലത്തിൽ പിറന്നവൻ. രാജകീയ നീതി എന്താണ്? തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിലും അവൾ മരണത്തിലേക്ക് വിട്ടുകൊടുക്കപ്പെടും. പക്ഷേ അതിനും അയാൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. അയാൾ അതുകൊണ്ട് എന്താ ചെയ്തത്? തൻ്റേതായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്തി. അവളെ താനായിട്ടൊരു ശിക്ഷയ്ക്ക് വിധിക്കണ്ട, പിന്നെയും ആ നാട്ടിൽ നിന്ന് പോവുക, രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ കൺമുൻപിൽ നിന്ന് മറയുക. ഒരുപക്ഷെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയത് താനാണ് എന്ന് സമൂഹം അയാളെ പഴിച്ചാലും വേണ്ടില്ല, അവളോട് സമൂഹം എങ്ങനെ ചെയ്താലും വേണ്ടില്ല. അവിടെ നിന്നും അവൾക്ക് വരുന്ന ദുർഗതി കാണാൻ മനസ്സില്ലാതെ അവിടെ നിന്ന് പോവുക, രഹസ്യമായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അത്രയും ഒരു നന്മ അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് ദൈവം അയാൾക്ക് രാത്രിയിൽ മാലാഖ അയച്ച് സന്ദേശം കൊടുത്തു. പക്ഷേ കൊടുത്ത സന്ദേശം എന്തായിരുന്നു? ആത്മാഭിമാനമുള്ള ഒരു പുരുഷനും അംഗീകരിക്കാൻ പറ്റാത്തത്. നീ 2 കാര്യം ചെയ്യണം. 1, നീ അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. ആരെ? തന്നിൽ നിന്നല്ലാതെ ഗർഭിണിയായിരിക്കുന്ന ഈ പെൺകുട്ടിയെ. 2, നീ ഈ കുഞ്ഞിന് യേശു എന്ന് പേരിടണം. അവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് പേരിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിൻ്റേതല്ലാത്ത കുഞ്ഞിൻ്റെ പിതൃത്വം നീ ഏറ്റെടുക്കണം. എന്താണ് അതിന് കാരണം? മാലാഖ പറയും, അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവളെ സ്വീകരിക്കാൻ എന്തെങ്കിലും ഒരു നിയമത്തിൻ്റെ പഴുത് നോക്കിയിരുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം ആ സ്നേഹം പ്രകടിപ്പിക്കാനും കരുണ കാണിക്കാനും വലിയൊരു പിടിവള്ളിയായിരുന്നു മാലാഖയുടെ വാക്കുകൾ. നമ്മളാരും ഈ കാലഘട്ടത്തിലല്ല, ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കില്ല. പക്ഷേ അയാൾ അത്രമാത്രം മനസാക്ഷിയുള്ളവനായിരുന്നു. മനസാക്ഷി എന്ന് പറഞ്ഞാൽ അവിടെ നീതിയായിട്ട് മാറുന്നത് നമ്മൾ കാണുകയാണ്. യോസേപ്പ് പിതാവിന് മറിയത്തെ സ്വീകരിക്കാനായിട്ട് സാധിച്ചത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം, അയാൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു എന്നുള്ളത്. നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. നമുക്കൊക്കെ ദൈവത്തെ വിശ്വാസമുണ്ട്. ദൈവത്തിൻ്റെ കഴിവിലും ശക്തിയിലും ഒക്കെ നമുക്ക് വിശ്വാസമുണ്ട്. ദൈവം തരുമെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളമൊഴിക്കുന്നതിന് തുല്യമാണ്.
ഈ വെള്ളം പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. ഈ വെള്ളം പാത്രത്തിൽ ആണ് നിറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം എങ്ങനെ നിൽക്കുന്നുവോ അതുപോലെ നമ്മൾ ദൈവിക ചിന്തയിലും ദൈവിക സത്തയിലും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ നമുക്കൊരു പ്രസക്തിയില്ല, ദൈവത്തിനാണ് പ്രസക്തി. അതുകൊണ്ടാണ് യൗസേപ്പ് പിതാവ് ഇതുവരെ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇല്ല എങ്കിലും തൻ്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതാണെങ്കിലും അല്ലെങ്കിലും തനിക്ക് മനസ്സിലാക്കാവുന്നതാണെങ്കിലും അല്ലെങ്കിലും ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ അതിനൊക്കെ സാമാന്യയുക്തിയുള്ളവർ തൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള മറുപടി പറയുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവളെ സ്വീകരിക്കാൻ, ദൈവം പറഞ്ഞുവെങ്കിൽ അവളെ സ്വീകരിക്കാൻ മനസ്സാകുന്നത് ദൈവത്തിൻ്റെ ഉള്ളിലേക്കുള്ള പരിപൂർണ സമർപ്പണമായിട്ട് വിശ്വാസത്തെ കണ്ടതുകൊണ്ട്. രണ്ടാമത്തെ ഒരു കാരണം യൗസേപ്പ് മറിയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു എന്നുള്ളതാണ്. തൻ്റെ മറിയത്തിൻ്റെ ഭാഗത്ത് താനായിരുന്നുവെങ്കിൽ പോലും ദൈവം ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അത് തന്നെ താനും ചെയ്യുമായിരുന്നു എന്നായിരിക്കണം അയാൾ ചിന്തിച്ചത്. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈശോയുടെ പല ചിന്തകളും രൂപപ്പെട്ടു വരുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൺമുൻപിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. അവളുടെ ഭാഗത്തു നിന്നാണ് യേശു ചിന്തിച്ചത്. കുഷ്ഠരോഗികളെ കാണുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്നാണ് യേശു ചിന്തിച്ചത്. അതുകൊണ്ടാണല്ലോ അവർക്ക് സൗഖ്യം കൊടുത്തത്. മരിച്ച ഇവരുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ, നായിമിലെ വിധവയെ, പിഞ്ചു ബാലികയുടെ മാതാപിതാക്കളെ, ലാസറിൻ്റെ സഹോദരിമാരെയൊക്കെ കാണുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ വേദനയും അവരുടെ ആകുലതയും തൻ്റെ ഹൃദയത്തിലേക്ക് വഹിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് യേശു അവർക്ക് ഓരോന്നോരോന്ന് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചിന്തയാണ് മറിയത്തെ ഒരു സന്ദേഹവും കൂടാതെ സ്വീകരിക്കാൻ യൗസേപ്പിനെ പ്രേരിപ്പിച്ചത്. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ജീവിതം എന്നുള്ളത് കണക്കുകൾ പരാജയപ്പെടുന്ന ഒരു ജീവിതമായിരിക്കും. 100 ആടുകളുണ്ടായിരുന്നു, ഒരെണ്ണേ നഷ്ടപ്പെട്ടു പോയുള്ളൂ. 99 മരുഭൂമി നിർത്തിയിട്ട് ഒന്നിനെ തേടിപ്പോകണമെങ്കിൽ കണക്കിന് മുകളിൽ കരുണ ഉണ്ടാകണം. കരുണയ്ക്ക് മുൻപിൽ കണക്ക് പരാജയപ്പെട്ടു പോകണം, തോറ്റു പോകണം. യേശുവിൻ്റെ ജീവിതം, യോസേപ്പിൻ്റെ ജീവിതം മുഴുവനും അതായിരുന്നു. യുക്തിയുടെയും കണക്കിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് ദൈവത്തിലുള്ള വിശ്വാസവും മറ്റുള്ളവർ ആയിരിക്കുന്ന തരത്തിൽ കാണാനുള്ള അവരുടെ ഭാഗത്ത് ചിന്തിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, യോസേപ്പ് പിതാവിനെ പോലെ നമ്മളും നീതിമാന്മാരായിട്ട് മാറും. എല്ലാം യുക്തി കൊണ്ടല്ല, എല്ലാം ബുദ്ധി കൊണ്ടുമല്ല, ചിലതൊക്കെ കരുണ കൊണ്ടും ചിലതൊക്കെ വിശ്വാസം കൊണ്ടും. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് യോസേപ്പ് പിതാവിനെ പോലെ കരുണയിൽ അധിഷ്ഠിതമായിട്ടുള്ള നീതിയുടെ ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.